Everyone, it's me Rahul. Welcome to Rich Chat Talks. ഹായ്, ഹൗ വാസ് ദി ഡേ? എങ്ങനെയുണ്ടായിരുന്നു ലാസ്റ്റ് ഡേ നിങ്ങൾക്ക്? ഞാൻ ഒരു ട്രേഡ് ചെയ്തു കേട്ടോ, കുഴപ്പമില്ലായിരുന്നു. നിഫ്റ്റിയിൽ ചെറിയൊരു 20 points ഒക്കെ കിട്ടിയുള്ളൂ. കാരണം നിഫ്റ്റി ഒരു നല്ല വ്യൂ ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ഒന്നും ഹോൾഡ് ചെയ്തില്ല ഞാൻ. ഞാൻ പെട്ടെന്ന് ഇറങ്ങിപ്പോയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 50 minutes ആദ്യം നമുക്ക് ഡേ ലോ ഡേ ഹൈ ഒന്ന് മാർക്ക് ചെയ്യാം ഇന്നത്തെ. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഡേ ലോ ഡേ ഹൈ മാർക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ ജസ്റ്റ് നമുക്ക് 1 വീക്കിന്റെ വ്യൂ ഒന്ന് നോക്കാം. 1 വീക്കിൽ ഈ വീക്കിൽ നിഫ്റ്റി ഓക്കെ ആണ്. കാരണം നിഫ്റ്റി ലാസ്റ്റ് വീക്കിന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. ബട്ട് എന്നായിട്ട് നിഫ്റ്റി താഴോട്ട് പോന്നിട്ടില്ല. നിഫ്റ്റി സ്റ്റിൽ ഓൺ അപ് ട്രെൻഡ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. നിഫ്റ്റി ഓക്കെ ആണ്. നിഫ്റ്റിയുടെ ഡേ ലോ ഡേ ഹൈ ഇതാണ്. ഇത് എന്തുകൊണ്ടാണ് ഈ ട്രേഡ് ഞാൻ എടുത്തത് എന്ന് അറിയാമോ? ഇന്ന് ഞാൻ എന്തുകൊണ്ടാണ് ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാല് അറിയാലോ, നമ്മുടെ ഈ ഒരു ഏരിയയിലായിരുന്നു നിഫ്റ്റി ലാസ്റ്റ് വീക്ക് മൊത്തം നിന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഓപ്പൺ ചെയ്തത് ഇതിന്റെ മുകളിലാണ്. ഈ ഒരു ഏരിയയുടെ മുകളിലോട്ട് നിഫ്റ്റി വന്നത് കൊണ്ട് തന്നെ ഞാൻ നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുത്തിട്ട് ഞാൻ അധികം ഇവിടുന്ന് ഏകദേശം ഈ ഒരു ഏരിയയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. ഒരു 24,500 ഞാൻ പറഞ്ഞിരുന്നില്ലേ, 24,500 ഒരു ടാർഗറ്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ആ ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. കാരണം എനിക്കറിയായിരുന്നു അത് സേഫ് ആയിട്ട് നിഫ്റ്റി അധികം നിൽക്കാൻ കഴിയില്ല എന്നൊരു കാരണം നമ്മുടെ OA ഡാറ്റ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് ആ ഏരിയയിൽ. അപ്പം OA വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാം ഒരു 24,500 ഒരുപാട് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും നമുക്കറിയാലോ. അതുകൊണ്ടാണ് ഞാൻ ആ ഏരിയയിൽ നിന്ന് എക്സിറ്റ് അടിച്ച് പോകുന്നത്. അത് ഹോൾഡ് ചെയ്തില്ല ഞാൻ, കാരണം നോട്ട് സേഫ്. അത് കഴിഞ്ഞിട്ട് നിഫ്റ്റി ഒന്ന് താഴോട്ട് ഇറങ്ങി, പിന്നെ കൺസോൾട്ടേറ്റ് ചെയ്തു അല്ലെ, കൺസോൾട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് നിഫ്റ്റി. അപ്പൊ ഈ ഏരിയ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ദിസ് ഇസ് നോ ട്രേഡ് സോൺ. നാളത്തേക്ക് നോ ട്രേഡ് സോൺ. നാളെ നമുക്ക് ഈ ഏരിയയിൽ ട്രേഡ് ചെയ്യണ്ട. അപ്പൊ നാളെ നിഫ്റ്റി ഇതിന്റെ മുകളിൽ ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പിലോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ ഒരു ബ്രേക്ക് തന്നിട്ട് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളോട്ടുള്ള ടാർഗറ്റ്സ് നോക്കാം. ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് 24,583 ഇതിന്റെ ഈ ഹൈ എടുക്കാം. 24,600 600 600 അടുത്ത ഒരു മേജർ OA റെസിസ്റ്റൻസ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഡേ ഹൈ ആയിട്ട് ഇവിടെ തന്നെ എടുക്കാം. നമുക്ക് 1 ഹവറിൽ ഇട്ടിട്ട് അടുത്ത റെസിസ്റ്റൻസ്, അടുത്ത ഒരു ഇത് നോക്കാം. നമുക്ക് അടുത്ത എവിടെയാണ് നിഫ്റ്റിയുടെ അടുത്ത ഇത് വരുന്നത്. അപ്പൊ 24,580 ഇറങ്ങാം. അത് കഴിഞ്ഞാല് നമുക്ക് നിഫ്റ്റിയുടെ ഒരു മേജർ ടാർഗറ്റ് ആയിട്ട് 24,700 കാണാൻ പറ്റും മുകളോട്ട്. ഇത് രണ്ടുമായിരിക്കും നിഫ്റ്റിയുടെ മുകളോട്ടുള്ള ടാർഗറ്റ്സ്. നിഫ്റ്റിയുടെ 24,580, അത് കഴിഞ്ഞാൽ 24,695, 24,700. ഇത് മേജർ ആയിട്ടുള്ള ടാർഗറ്റ്സ് മുകളോട്ട് കാണാൻ കഴിയും. തുടർന്ന് നിഫ്റ്റി മുകളോട്ട് 24,500 വരെ പോകും. കാരണം ഇനി 25,500 നിഫ്റ്റി ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടെ ഒരുപാട് ഓപ്പൺ ഇൻട്രസ്റ്റ്, ഒരുപാട് ഓർഡേഴ്സ് അവിടെ ഉണ്ട്. അതുകൊണ്ട് അവിടെയും നിഫ്റ്റി റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നിഫ്റ്റി നാളെ മുകളിലോട്ടുള്ള മൂവ്മെന്റ് വരികയാണെങ്കിൽ ഈ ഒരു ഏരിയ കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്തിട്ട് കയറുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 24,580, അത് കഴിഞ്ഞ് 24,700 അങ്ങനെയുള്ള ടാർഗറ്റ് പോവാം. 580 എന്ന് പറയുന്നത് ഞാൻ റാൻഡം പറയാണ്. 24,600 ഇതൊക്കെ ടാർഗറ്റ് കാണാൻ കഴിയും. ഞാൻ ഡേ ഹൈ ആയിട്ടുള്ളത്, ലാസ്റ്റ് ഡേ ഹൈ ആയിട്ടുള്ളത് ജസ്റ്റ് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം വെച്ചാൽ അവിടുന്ന് ഒരു അത്രയും വലിയ റെസിസ്റ്റൻസ് വന്നത് കൊണ്ട് തന്നെ അതൊരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഇനി ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു ബിഗിനർ ആയിട്ട് ട്രേഡേഴ്സിനൊക്കെ അവിടെ വന്നിട്ട് ഇറങ്ങുന്നത് ഒന്നും കൂടെ സേഫ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇതവിടെ വരച്ചിട്ടത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും സ്റ്റിൽ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഉള്ളത്. ഫസ്റ്റ് ഹാഫിൽ ഒരു മൊമെന്റ് തന്നു, എന്നിട്ട് ബാങ്ക് നിഫ്റ്റി പിന്നെയും കൺസൾട്ടേഷനിലോട്ട് പോയി. അപ്പൊ നാളെ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഏരിയ നമ്മുടെ നോ ട്രേഡിംഗ് സോൺ ആയിട്ട് തന്നെ നാളെ വെക്കാം. നോ ട്രേഡിംഗ് സോൺ. ബട്ട് ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ അപ് ട്രെൻഡ് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി താഴോട്ടൊന്നും പോന്നിട്ടില്ല. അപ്പൊ നാളെ ബാങ്ക് നിഫ്റ്റി ഈ 5,589 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നമുക്ക് 5,5,961 എന്നുള്ള ടാർഗറ്റ് നമുക്ക് കാണാൻ കഴിയുമ്പോഴോട്ട് ബാങ്ക് നിഫ്റ്റി താഴോട്ട് 5,4,316. ഈ രണ്ട് ടാർഗറ്റും മേജറായിട്ട് രണ്ട് ടാർഗറ്റും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി നിങ്ങളും ജസ്റ്റ് നിങ്ങളുടെ വ്യൂ ഒന്ന് ജസ്റ്റ്
എടുത്ത് കമ്പയർ ചെയ്ത് നോക്കുക. എന്റെ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.